അല്ല, ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം 25 വർഷം തുടർച്ചയായ സിനിമകൾ എന്നൊക്കെ അപ്പുറത്ത് നമ്മൾ പല ലാംഗ്വേജിൽ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ആദ്യകാലത്തെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സീനിൽ ഇങ്ങനെ വന്ന് ചെറിയ റോളുകളൊക്കെ ചെയ്ത് കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കലാകാരന്മാരാണ് ഉയരം കുറഞ്ഞ ആൾക്കാർ. അപ്പോൾ ഉയരമില്ലാത്ത എന്നെ അല്ലെങ്കിൽ പൊക്കമില്ലാത്ത എന്നെ പൊക്കത്തിലെടുത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർ തന്നെയാണ്, മലയാളം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇത്രയും കഥാപാത്രങ്ങൾ 25 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം അതൊരു വലിയ സന്തോഷം തന്നെ തരുന്നൊരു കാര്യം തന്നെയാണ്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ തന്നെ, അവരും അതുപോലെ തന്നെ മറ്റ് സിനിമാ സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ വളരെ കർക്കശമായ കൃത്യതയോട് കൂടിയിട്ടുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളാരും തന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അത് ചെയ്യരുത് എന്നും, ലഹരി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ലഹരിയും, ഒരു അഭിനേതാവിന് അഭിനയമായിരിക്കണം ലഹരി, അല്ലെങ്കിൽ കലയായിരിക്കണം ലഹരി എന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെയാണ്. അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് സിനിമയെന്ന് മാത്രമല്ല, ഏത് മേഖലയിലും. പ്രത്യേകിച്ച് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വിദ്യാലയങ്ങളിലേക്ക് വരെ ഇത് കടന്നെത്തുന്ന മാരകമായ ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളോടും ഒക്കെ എല്ലാവരോടും, കുടുംബങ്ങളോടൊക്കെ നമ്മൾ കഴിയുന്നതും പല വേദികളിലും ഞങ്ങളുടെ ഏതെല്ലാം സ്ഥലത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ. ഞാനൊരപേക്ഷ കൊടുക്കാനിരിക്കുക, ചെറിയ താരങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശമ്പളം തരുന്നതിനെക്കുറിച്ച്. നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാർക്ക് കുറച്ചുകൂടി ശമ്പളം തരാം എന്നതിനെക്കുറിച്ചിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനിരിക്കുന്ന എന്നോടാണെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ വേതനം നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മളത് പറയുമ്പം അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ചോയ്സസ് ഉണ്ട്, അതിലേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് അവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങളുള്ളൂ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുപാട് പ്രതിഫലം കൂട്ടുമ്പോൾ അത് ഇൻഡസ്ട്രിക്ക് പ്രശ്നമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറയ്ക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പടമില്ലാതെ വരും. അതാണ് അവസ്ഥ. അല്ല, ചില സിനിമകൾ വിവാദത്തിലേക്ക് വന്നു വീഴുന്നുണ്ടല്ലോ. അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഒരു വിവാദത്തിന് തിരി കൊളുത്തണമെന്ന് പറഞ്ഞൊന്നും അങ്ങനെ വരുന്നില്ല. പിന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് പലതും ഇപ്പോൾ ടിനി പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അത് ജനങ്ങളെടുക്കുന്ന ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കഴിയുന്നതും വിവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകൾക്കും, എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള മാനദണ്ഡങ്ങൾ തന്നെ വളരെ ഹെവിയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സീനിൽ പോലും ദൂരെ അല്ലെങ്കിൽ അറിയാതെ ഒരു പട്ടി വന്ന് പെട്ടാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട അത്രയും വളരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി പറന്നു പോയാൽ പോലും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ വാക്കുകളും പല പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡിലിരിക്കുന്നവർ അത് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ ജോലിയാണ്. അതവർ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ടല്ലോ, അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പം സിനിമകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് ഒന്നുകൂടി അതൊന്ന് പിടിക്കേണ്ടതാണ്, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സൂചിപ്പിക്കുമ്പോഴായിരിക്കും അവരിലേക്ക് എത്തുന്നത്, മാധ്യമ സുഹൃത്തുക്കൾ. അപ്പോൾ തീർച്ചയായും അടുത്ത സെൻസർ ബോർഡിലേക്ക് വരുമ്പോൾ നിയമങ്ങളുടെ ഭേദഗതികളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് മാറ്റി ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ അവർ തീരുമാനിക്കുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചെറിയ സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ തന്നെ 2 തവണ റിലീസ് മാറ്റി വെക്കേണ്ടി വന്നു. കാരണം വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെ ഇത് അതിനകത്തേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ഭയത്തോടെയായിരുന്നു. പിന്നെ
രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്തങ്ങ് ഇറക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ആ റിസ്കിനകത്ത് നമ്മൾ ഒരിടത്ത് സക്സസ്സായി, കാരണം അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ സെക്കൻഡറി കാലാവസ്ഥയും മറ്റു വലിയ പടങ്ങളുടെയും ആ ഒരു ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള തിയേറ്ററുകൾ, അല്ലെങ്കിൽ അത്രയും നമ്മുടെ പടം കാണാനായിട്ട് വരുന്ന ഓഡിയൻസ് ഉള്ള ഏരിയകളിലൊക്കെ നമുക്ക് സിനിമ എത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു ചെറിയ ക്രൈസിസ് ഉണ്ട്. അതിപ്പോൾ കൂടുതൽ സിനിമകൾ നിർമ്മിക്കാനും കൂടുതൽ സിനിമകൾ ഇറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ വരുമ്പോൾ അവരാരോടും വരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമ ട്രാഫിക് ഉണ്ടാവും. അതിനി എങ്ങനെ അതായിത്തീരുമെന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും ആശങ്കയുണ്ട്. എന്നാൽ പോലും ഒരാഗ്രഹമുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല സിനിമകൾ ശ്രദ്ധിക്കപ്പെടണം, നല്ല സിനിമകൾ കാണാൻ പ്രേക്ഷകർക്ക് അവസരം ഉണ്ടാവണം. അങ്ങനെയുള്ള നല്ല സിനിമകളുടെ ഒപ്പം മലയാള ഇൻഡസ്ട്രി കൂടി ഒന്ന് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. OTTയിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലൊരു അഭിപ്രായം ഉണ്ടാകണം. കാരണം ഇപ്പോൾ എല്ലാ സിനിമകൾക്കും OTT കിട്ടില്ല, കാരണം അവരുടെയും മാനദണ്ഡങ്ങൾ മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ഇറങ്ങിയൊരു അഭിപ്രായം ഉണ്ടായ സിനിമകളായിരിക്കും OTTയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ബജറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ OTTയിലും അഭിപ്രായം ഉണ്ടാക്കണം. അഭിപ്രായം ഉണ്ടാക്കിയാൽ മാത്രമേ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ എത്താൻ സാധിക്കാത്തവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ തന്നെ OTTയിൽ കാണണം. ഇപ്പം എൻ്റെ ശാരീരിക പരിമിതികളുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ. അവർക്കാർക്കും എല്ലാവർക്കും തിയേറ്ററുകളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് OTTയിൽ വരുന്നതും കാത്ത്. അപ്പോൾ ഒരു ചില കാര്യങ്ങളിൽ OTT വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഈ സിനിമ 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പോസ്റ്ററും അതിൻ്റെ മറ്റു കാര്യങ്ങളും കാണുമ്പോൾ ഒരു ചെറിയ പടമായിരിക്കും, ഒരു ചെറിയ ലൈനപ്പാണ്, വലിയ ബാഹുല്യങ്ങളോ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. അതിപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഫാമിലീസിനോട് ചോദിച്ചാൽ, ഈ സിനിമ കണ്ടവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും.